നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, ഇവിടെ ചർച്ച ചെയ്യുന്ന ജ്യോതിഷ വിഷയം നിങ്ങളുടെ ഇന്ന് നാം ചർച്ച ചെയ്യുന്ന ഇന്നത്തെ ദിനം 1202 ചിങ്ങമാസം 2-ാം തീയതി. ഇംഗ്ലീഷ് കലണ്ടർ പ്രകാരം ഇന്നത്തെ ദിനം 2026 ഓഗസ്റ്റ് മാസം 18-ാം തീയതിയാണ്. ഓഗസ്റ്റ് മാസം 18 എന്നാൽ അതിശക്തമായ 9 എന്ന ന്യൂമറോളജി നമ്പറിൻ്റെ ദിനമാണ്. ഇന്നത്തെ ദിവസം ചൊവ്വാഴ്ചയാണ്. ചൊവ്വാഴ്ച ന്യൂമറോളജി പ്രകാരം 9 എന്ന അക്കത്തിൻ്റെ നേതാവാണ് ചൊവ്വ. ന്യൂമറോളജിയിൽ 9 ചൊവ്വയാകുന്നു. ചൈനീസ് വാസ്തുപ്രകാരം 9ൻ്റെ ആധിപത്യം ഏറ്റവും പവർഫുള്ളായ തെക്ക് ഭാഗത്തിനെ റെപ്രസെൻറ്റേറ്റ് ചെയ്യുന്നു, പ്രതിനിധാനം ചെയ്യുന്നു. അതിനാൽ ഓഗസ്റ്റ് 18 ചൊവ്വാഴ്ച. നക്ഷത്രമോ ചോതി നക്ഷത്രം. വളരെ അനുകൂലമായൊരു ദിവസമാണ്. ഇന്നത്തെ തിഥിയുടെ പ്രത്യേകത എന്താണ്? ഇന്ന് വെളുത്തപക്ഷത്തിലെ ഷഷ്ഠി തിഥിയാണ്. സുബ്രഹ്മണ്യനെ പ്രാർത്ഥിക്കാൻ ഏറ്റവും നല്ല ദിവസമാണ്. 108 ശുക്ലപക്ഷ വെളുത്തപക്ഷത്തിലെ ഷഷ്ഠിവ്രതമെടുത്താണ് താരകാസുരനെ വധിക്കാൻ പോയ സുബ്രഹ്മണ്യനെ അമ്മ തൻ്റെ പ്രാർത്ഥനയിലൂടെ വളരെയധികം ബലമുണ്ടാക്കി കൊടുത്തത്. അങ്ങനെയാണ് താരകാസുരനെ സുബ്രഹ്മണ്യം വധിക്കുന്നത്. അതിനാൽ സന്താന ശ്രേയസ്സിന്, അവരുടെ വിവാഹം, അവരുടെ സന്താനങ്ങൾ, അവരുടെ ജോലി, ഇതിനൊക്കെ തന്നെ ഷഷ്ഠിവ്രതം ആചരിക്കുന്നത്, അനുഷ്ഠിക്കുന്നത് വളരെ ഉത്തമമാണെന്ന് എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർ അറിയണം. ഇന്നത്തെ സൂര്യോദയം തൃശ്ശൂർ കാലത്ത് 6:18, അസ്തമയം വൈകിട്ട് 6:39. ഇന്നത്തെ രാഹുകാലം ചൊവ്വാഴ്ച നിങ്ങൾക്കറിയാം, 3 മുതൽ 4:30 വരെയുള്ള സമയം. ഒരു ശുഭകാര്യങ്ങളും നാം രാഹുകാലത്ത് അനുഷ്ഠിക്കാറില്ല. എൻ്റെ പ്രിയമുള്ള പ്രേക്ഷകർക്ക് എല്ലാ ശുഭകാര്യങ്ങൾക്കും 10:20 മുതൽ 11:15 വരെയുള്ള സമയം, ശുഭകാര്യങ്ങൾക്കായി സമയം കണ്ടെത്താം. അതിലൂടെ എന്ത് ചെയ്യാം? എല്ലാ കാര്യങ്ങളും വളരെ അനുകൂലമായി മുന്നോട്ട് പോകാനുള്ള ഒരു ദൈവാധീനം സൃഷ്ടിക്കപ്പെടും, രൂപീകരിക്കപ്പെടുമെന്ന് അറിയുക. ഇന്നത്തെ പ്രാർത്ഥനയോ ചോതി നക്ഷത്രമാണ്. അതിനാൽ ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥന. സുബ്രഹ്മണ്യൻ്റെ പ്രാർത്ഥന ഓം വജദ്ഭുവേ നമഃ. അതിനാൽ ഇന്ന് കേരളത്തിന് വെളിയിലൂടെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അടുത്തുള്ള നവഗ്രഹത്തിൽ ചൊവ്വ, രാഹു, കേതു ഗ്രഹങ്ങൾക്ക് അർച്ചന, സുബ്രഹ്മണ്യന് ഷഷ്ഠി പൂജ അല്ലെങ്കിൽ സുബ്രഹ്മണ്യന് പായസം വഴിപാടായി സമർപ്പിക്കാം. അപ്രകാരം തന്നെ രാഹു കേതുക്കൾക്ക് ഓം രാഘവേ നമഃ, ഓം കേതവേ നമഃ എന്ന പ്രാർത്ഥനയോടുകൂടി അടുത്തുള്ള നാഗക്ഷേത്രത്തിൽ ആയില്യപൂജ അല്ലെങ്കിൽ സർപ്പബലി ചെയ്യുന്നത് വളരെ ഉത്തമമാണെന്ന് അറിയുക. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു ഇന്നത്തെ ദിനത്തെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.